മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ സ്മാർട്ട് ടി വിയാണ് ഉപയോഗിച്ച് വരുന്നത്. ടി വി ഇല്ലാത്തവരുടെ വീട് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്മാർട്ട് ടി വിയുടെ റിമോട്ട് കൺട്രോൾ അത് ചിലപ്പോൾ എവിടെയാണ് വെച്ചതെന്ന് ചിലപ്പോൾ നോക്കി നടന്നാൽ കാണില്ല. ചിലപ്പോൾ അതിൻ്റെ ബാറ്ററി വളരെ ലോ ആയിരിക്കും. ആ സമയത്തൊക്കെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അതിൻ്റെ റിമോട്ട് കൺട്രോളായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു യൂണിവേഴ്സൽ ടി വി റിമോട്ട് കൺട്രോൾ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് സ്മാർട്ട് ടി വി റിമോട്ട് എന്നും IR TV റിമോട്ട് എന്നും രണ്ട് ഓപ്ഷൻ. അതിൽ സ്മാർട്ട് ടി വി റിമോട്ട് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടെലിവിഷൻ ഏതാണ്, സ്മാർട്ട് ടി വി ഏതാണ്, അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സാംസങ് സ്മാർട്ട് ടി വിയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. പരസ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്മാർട്ട് ടി വി നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓർക്കുക, ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് ടി വിയും നിങ്ങളുടെ മൊബൈലും ഒരു നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം. ഒരു വൈഫൈയിലോ ഒരു നെറ്റ്വർക്കിലോ പ്രവർത്തിക്കുന്നതായിരിക്കണം ഒന്ന്. രണ്ടാമത്തത് സ്മാർട്ട് ടി വിയോ ആൻഡ്രോയിഡ് ടി വിയോ ആയിരിക്കണം. സാധാരണ ടി വി നിങ്ങൾക്ക് ഈ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു സെഗ്മെൻറ്റിൽ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.